നിങ്ങൾ സ്കൂൾ തലത്തിൽ കുട്ടികൾക്ക് മാർക്ക് വാങ്ങിച്ചു കൊടുക്കുക, അതിനേക്കാളൊരു സന്തോഷമുണ്ട് ഒരു കുട്ടിക്ക് ജോലി കിട്ടിയെന്ന് പറയുന്നത്. അത് ആക്ച്വലി എല്ലാവർക്കും ഒരു കൺഫ്യൂഷനുള്ള, എന്നോടെപ്പോഴും ഞാനിത് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴൊക്കെ പല പേരൻസും കുട്ടികളും ടീച്ചേഴ്സും ഒക്കെ ചോദിക്കും എന്താണ് ഈ മാജിക് മാസ്റ്ററി എന്ന്. അത് സെക്കൻഡുകൾ കൊണ്ട് നമുക്ക് നമ്പറുകളെ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, പക്ഷേ എൻ്റെ 10ാം ക്ലാസ്സിലെ മാജിക് മാസ്റ്ററി പഠിക്കുന്നവൻ ആ കുട്ടി 9ാം ക്ലാസ്സിലെ ഈ ലീനിയർ ഇക്വേഷൻസും 8ാം ക്ലാസ്സിലെ ലീനിയർ ഇക്വേഷൻസും പഠിച്ചില്ലെങ്കിലും അവനിത് പഠിക്കാൻ സാധിക്കും. ഞാൻ ഉറപ്പ് കൊടുക്കാം, ഞാൻ പറയുന്ന രീതിയിലാണ് അവർ പഠിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഇപ്പോൾ കിട്ടുന്ന മാർക്കിൽ നിന്നും ഒരു നല്ല പെർസെൻറ്റേജ് അവസാനത്തെ എക്സാമിനേഷനിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. അപ്പം ഞാൻ മാത്തമാറ്റിക്സിൽ ബുക്കുകൾ എഴുതുമായിരുന്നു. മാത്സിൽ ഞാൻ 4 ബുക്കുകൾ എഴുതിയിട്ടുണ്ട്. അപ്പം ഈ പറയുന്ന പോലെ ആ ഒരു വലിയ ഡിഫറൻസ് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു. അപ്പം ഈ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാം. ഓക്കെ, ബൈജൂസ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എല്ലാ സബ്ജക്റ്റുകളും ഇൻക്ലൂഡഡ് ആണല്ലോ ആ സോഫ്റ്റ്വെയർ വരും. ഇപ്പോൾ സെപ്പറേറ്റ് മാത്സിന് വേണ്ടിയിട്ടൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാം, അത് കൂടുതൽ കുട്ടികളിലേക്ക് എത്തിക്കാം. കാരണം കുറച്ചേറെ പേർക്ക് ഇതൊരു ആശ്വാസമാകും എന്നൊരു കാര്യമാണല്ലോ. അപ്പം ഇത് സാറ് ഫസ്റ്റ് ഇങ്ങനൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് സാറിനെ സപ്പോർട്ട് ചെയ്തത് ആരൊക്കെയാണ്? അതായത് ഞാൻ ഒരു എൻട്രൻസ് പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ കൂടിയാണ്. അപ്പം ഞാൻ പ്രൊഫസർമാരുമായിട്ട്, എസ്പെഷ്യലി ദേവമാതാ കോളേജിൻ്റെ റിട്ടയർഡ് പ്രൊഫസർ പീറ്റർ സാറ്, അദ്ദേഹം എൻ്റെ ഗുരുവാണ്. ഞാൻ പ്രീ ഡിഗ്രി പഠിക്കുമ്പോഴൊക്കെ അദ്ദേഹമാണ് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചില ഡൗട്ട്സ്, ഞാൻ IIT എഞ്ചിനീയറിങ്ങിൻ്റെ എൻട്രൻസ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് പ്രിപ്പയർ ചെയ്ത സമയത്ത് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി ഞാൻ ചില ഡൗട്ട്സൊക്കെ ചോദിക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ മാത്സിൽ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ച സിമ്പിളായിട്ടുള്ളൊരു കാര്യമുണ്ട്, സാറേ മാത്സിലെ തിയറംസൊക്കെ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞന്മാരുമായിട്ട് നമ്മളെ കമ്പയർ ചെയ്താൽ നമ്മളിവിടെ എന്താണ് അവർ കണ്ടുപിടിച്ച കാര്യങ്ങൾ പഠിക്കുന്നല്ലേ ഉള്ളൂ, അവയില്ലായ്മയിൽ നിന്നും അത് കണ്ടുപിടിച്ചില്ലേ. അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്, റജി BSc മാത്തമാറ്റിക്സിൽ എത്ര തിയറം പഠിച്ചിട്ടുണ്ട്? അപ്പം ഞാൻ പെട്ടെന്ന് എനിക്ക് കണക്ക് കൂട്ടാൻ പറ്റിയില്ല. എന്നാലും ഞാൻ പറഞ്ഞു ഏകദേശം ഒരു 1000 തിയറവും കണക്കും എല്ലാം കൂട്ടി ഒരു 10,000 എണ്ണം പഠിച്ചു കാണും. അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചൊരു ക്വസ്റ്റ്യനുണ്ട്, റജി 5000 തിയറം അല്ലെ 1000 തിയറവും അതിനനുസരിച്ചുള്ള കണക്കുകളും പഠിച്ചിട്ടാണ് റാങ്ക് വാങ്ങിച്ചത്. അപ്പോൾ ഒരു സയൻറ്റിസ്റ്റ് അദ്ദേഹം ഒരു തിയറമാണ് കണ്ടുപിടിച്ചത്. റജി ചെയ്തത് അദ്ദേഹത്തെ പോലെയുള്ള 1000 ആളുകളുടെ തിയറം പഠിച്ച് ഒന്നിച്ച് കൊണ്ടുവന്നിട്ട് എക്സാം എഴുതി അതിൽ റാങ്ക് വാങ്ങിച്ചു. അപ്പോൾ ഈ സയൻറ്റിസ്റ്റാണോ റജിയാണോ മിടുക്കൻ എന്നോട് അദ്ദേഹം ചോദിക്കുകയുണ്ടായി. അപ്പോൾ ഇതൊക്കെ എനിക്ക് സാധിച്ചത് എൻ്റെ ആ ബേസിക് ഫണ്ടമെൻ്റൽ ക്ലിയർ ആയിരുന്നുകൊണ്ടാണ്. എസ്പെഷ്യലി BSc മാത്സിലെ ചില ഫൈനൽ ഇയറിലൊക്കെയുള്ള ചില ടഫായിട്ടുള്ള തിയറം, അതൊക്കെ നമുക്ക് പഠിക്കണമെങ്കിൽ നമ്മളൊരു സിസ്റ്റമാറ്റിക് അപ്രോച്ച് വഴിയേ സാധിക്കുകയുള്ളൂ. കാരണം റിയൽ അനാലിസിസ്, കോംപ്ലക്സ് അനാലിസിസ്, ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ആൻഡ് ന്യൂമറിക്കൽ അനാലിസിസ്, ഇതൊക്കെയെന്ന് പറഞ്ഞാൽ കുറച്ച് പ്രാക്ടിക്കലി നമുക്കൊരു ബേസിക് ഐഡിയ അത്രയ്ക്ക് തറവായിട്ട് പോകുന്നെങ്കിൽ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പോകുന്നെങ്കിൽ മാത്രമേ നമുക്കതിനെക്കുറിച്ച് ആ രീതിയിലേക്ക് അനലൈസ് ചെയ്ത് അതിനെ കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ആക്ച്വലി ഞാൻ യൂണിവേഴ്സിറ്റിയിൽ അന്ന് ഞാൻ പറഞ്ഞല്ലോ ഒരു ചെറിയ സംഭവങ്ങളുണ്ടായി. ആദ്യം എനിക്ക് റാങ്ക് നഷ്ടപ്പെട്ടു, പിന്നെ റിവാലുവേഷന് ശേഷം ഈ 57 എന്നുള്ളത് 66 പക്ഷേ ആക്ച്വലി എനിക്ക് കിട്ടേണ്ടിയിരുന്ന, അല്ലെങ്കിൽ ഞാൻ കഷ്ടപ്പെട്ട് നേടിയെടുത്ത ആ സംഭവം എനിക്ക് കിട്ടിയിരുന്നുവെങ്കിൽ BScക്ക് 1000-1000 മാർക്ക് വാങ്ങുന്ന കേരളത്തിലെ ആദ്യത്തെ സ്റ്റുഡൻ്റായിട്ട് ഞാൻ മാറുമായിരുന്നു. അതായത് ഒരു മാർക്ക് പോലും എനിക്ക് പോയില്ല. അതിൻ്റെ കാരണം ഈ ഒരു ബേസിക് ഫണ്ടമെൻ്റൽ തറവായിട്ട് ഞാൻ ഈ മാജിക് ട്രീ എന്ന കോൺസെപ്റ്റിലൂടെ പോയതുകൊണ്ടാണ്. സാർ ഇപ്പം ഇത്രയും നേരം സംസാരിച്ചതിലെല്ലാം പറഞ്ഞൊരു കാര്യമാണ് മാജിക് മാസ്റ്ററി എന്ന് പറയുന്നത്. അപ്പം എന്താണ് ഈ ഒരു ട്രീ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ട്രീ എന്ന് പറയുമ്പോൾ കുറേ ബ്രാഞ്ചസ് ഉണ്ട്, അങ്ങനെ പതുക്കെ കയറി പോകുന്നതിനെ പറ്റിയിട്ടാണ് ഈ പറയുന്നത്. അതെ, അത് ആക്ച്വലി എല്ലാവർക്കും ഒരു കൺഫ്യൂഷനുള്ള, എന്നോടെപ്പോഴും ഞാനിത് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴൊക്കെ പല പേരൻസും കുട്ടികളും ടീച്ചേഴ്സും ഒക്കെ ചോദിക്കും എന്താണ് ഈ മാജിക് മാസ്റ്ററി എന്ന്. ആക്ച്വലി അതൊരു ട്രീ തന്നെയാണ്, പക്ഷേ നമ്മുടെ ഒരു സാങ്കല്പിക ട്രീ ആണ്. ആ ട്രീ മാത്സുമായിട്ട് ഞാൻ എങ്ങനെ കമ്പയർ ചെയ്യുന്നു, എന്തുകൊണ്ട് ഞാനതിനെ ട്രീ എന്ന് പറയുന്നു? ഞാൻ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു, മാത്സിൻ്റെ പേടി
കുട്ടികളെ ബേസിക് ഫണ്ടമെൻ്റലിലേക്കുള്ള എൻട്രി തടസ്സപ്പെടുത്തുന്നു. അതുകൊണ്ടാണ് 95% കുട്ടികളും മാത്സ്, നമുക്ക് അറിയാം ഒരുപാട് ട്യൂഷൻസ് ഒക്കെ മാത്സിന് ഉണ്ട്, പേരൻസ് നല്ല പ്രൈസൊക്കെ കൊടുത്ത് ട്യൂഷൻസ് അറേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിലും മാത്സിനൊരു 95% കുട്ടികളും തീരെ മാർക്ക് കുറവായിരിക്കും. ഈ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ മന്ത്രി, അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ശിവൻകുട്ടി സാറിനോട് ഓൺലൈനായിട്ട് 48 ലക്ഷം കുട്ടികളുമായിട്ട് ഒരു ഓൺലൈൻ സംവാദത്തിൽ അദ്ദേഹം കുട്ടികളുടെ പ്രശ്നങ്ങൾ കേൾക്കാനായിരുന്നത്. പക്ഷേ അവിടെയുള്ള എല്ലാ കുട്ടികളും അദ്ദേഹത്തോട് ചോദിച്ച ഒറ്റ ക്വസ്റ്റ്യനാണ്, കണക്ക് പഠിക്കാൻ എന്തെങ്കിലും ട്രിക്കുണ്ടോ സാറേ? അപ്പം ഞാൻ അന്ന് ചിന്തിച്ച ഒരു കാര്യം, മന്ത്രിയെ പോയെന്ന് കണ്ടിട്ട് പറയാം, ഈ മാജിക് മാസ്റ്ററിയാണ് അതിൻ്റെ ട്രിക്ക്. അപ്പോൾ ഇനി അത് ചെയ്യാനായിട്ട് ഞാൻ ഇരിക്കുവാണ്. ആക്ച്വലി ഞാൻ മന്ത്രി മോൻസ് ജോസഫ് എനിക്കൊരു അവാർഡ് തന്നപ്പോൾ, എക്സലൻസ് അവാർഡ് തന്നപ്പോൾ, ഞാൻ അടുത്ത സ്റ്റെപ്പിൽ വിദ്യാഭ്യാസ മന്ത്രിയെ കണ്ടിട്ട് ഈ കാര്യം സംസാരിക്കാനിരിക്കുകയാണ്. അപ്പോൾ ഈ മാജിക് മാസ്റ്ററി എന്താണെന്ന് വെച്ചാൽ, ആക്ച്വലി ഒരു ട്രീ പോലെ തന്നെ റൂട്ടും ഉണ്ട്, ബ്രാഞ്ചസും ഉണ്ട്. ഈ റൂട്ടെന്ന് പറയുന്നത് ഞാൻ എപ്പോഴും പറയുന്ന ഈ ബേസിക് ഫണ്ടമെൻ്റലാണ്. അത് 8ാം ക്ലാസ് ആയാലും 9ാം ക്ലാസ് ആയാലും 10ാം ക്ലാസ് ആയാലും ബേസിക് ഫണ്ടമെൻ്റൽസ് സെയിം തന്നെയാണ്. ഞാൻ ഓരോ ക്ലാസ്സിലും ഈ എൻ്റെ സോഫ്റ്റ്വെയറിൽ എക്സലൻറ്റ് മാത്സ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയറാണ് എനിക്കുള്ളത്. ആ സോഫ്റ്റ്വെയറിൽ ഞാൻ ബേസിക് ഫണ്ടമെൻ്റൽസ് എന്ന് പറഞ്ഞ ആദ്യത്തെ ചാപ്റ്റർ കൊടുത്തിരിക്കുകയാണ്. ആക്ച്വലി അത് ടെക്സ്റ്റ് ബുക്കിലുള്ള ചാപ്റ്റർ അല്ല. ടെക്സ്റ്റ് ബുക്കിലെ എല്ലാ ചാപ്റ്ററുകളും ഞാൻ അതിനകത്ത് സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ടെക്സ്റ്റ് ബുക്കിലെ ചാപ്റ്റർ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ആദ്യം കൊടുത്തിരിക്കുന്നത് ഈ ബേസിക് ഫണ്ടമെൻ്റൽസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പം പലരും ചിന്തിക്കും, എന്തുകൊണ്ടാണ് 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും സെയിം തന്നെ കൊടുത്തിരിക്കുന്നത്? ഞാൻ ഉദ്ദേശിക്കുന്നത് 8ാം ക്ലാസ്സിൽ ബേസിക് ഫണ്ടമെൻ്റൽ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അവൻ 9ാം ക്ലാസ്സിലേക്ക് തുടങ്ങാൻ നേരത്തെ ആ ബേസിക് ഫണ്ടമെൻ്റൽ തുടങ്ങിയാൽ ഈ 9ാം ക്ലാസ് അവന് പഠിക്കാൻ സാധിക്കും. ഇനി അവൻ 8ലും 9ലും മാത്സിൽ 0 ആണെന്ന് കരുതുക, അവൻ 10ലാണ് എൻ്റെ മാജിക് മാസ്റ്റർ എൻ്റെ ബേസിക് ഫണ്ടമെൻ്റൽ കണ്ടതെങ്കിൽ ഈ ബേസിക് ഫണ്ടമെൻ്റൽ 10ാം ക്ലാസ്സിൽ അവൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആ ചാപ്റ്ററുകൾ അവന് പഠിക്കാൻ സാധിക്കും. അപ്പോൾ ഈ ബേസിക് ഫണ്ടമെൻ്റലിൽ ഞാൻ 16 വീഡിയോസാണ് എടുത്തിരിക്കുന്നത്. അതെൻ്റെ യൂട്യൂബിലും കിടപ്പുണ്ട്. റെജി മാത്സ്, REJIMATHS, റെജി മാത്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ എനിക്കുണ്ട്. അതിനകത്ത് ഒരുപാട് മാത്സ് ട്രിക്കുകളും ഷോർട്ട് കട്ടുകളും ഈ ബേസിക് ഫണ്ടമെൻ്റൽസും ഒക്കെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ 16 വീഡിയോസ് കൃത്യമായിട്ട് കുട്ടികൾ കണ്ടു കഴിഞ്ഞാൽ ഈ ബേസിക് ഫണ്ടമെൻ്റൽ കറക്റ്റായിട്ട് മനസ്സിലാവും. അതാണ് മാത്സിൻ്റെ റൂട്ട്, അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന മാജിക് ട്രീയുടെ റൂട്ടെന്ന് പറയുന്നത്. ഇനി ബ്രാഞ്ചസ്, ഒരു ട്രീ ആകുമ്പോൾ അതിന് ഇനി ബ്രാഞ്ചസ് ഉണ്ട്. ആ ബ്രാഞ്ചസ് എന്ന് പറയുന്നത് ആ ടെക്സ്റ്റ് ബുക്കിലെ ചാപ്റ്ററുകളാണ്. അതിനെയാണ് ഞാൻ ബ്രാഞ്ചസ്, ഈ ട്രീയുടെ ബ്രാഞ്ചസ് എന്ന് പറയുന്നത്. 10ാം ക്ലാസ്സിലാണെങ്കിൽ 14 ചാപ്റ്ററുകളുണ്ട്. അപ്പോൾ ഈ റൂട്ട് എന്ന് പറയുന്നത് 16 പോയിൻറ്റ്സ് നിർബന്ധമായിട്ട് ഈ 16 വീഡിയോ അവർ കണ്ടിരിക്കണം. അതിനുശേഷം അവർ ബ്രാഞ്ചിലേക്ക് പോകും. ബ്രാഞ്ചിലേക്ക് പോകുമ്പം ഓരോ ബ്രാഞ്ചിലും, അതായത് ഫസ്റ്റ് ചാപ്റ്റർ റിയൽ നമ്പേഴ്സ്, അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ബ്രാഞ്ചായി, ഈ ട്രീയുടെ ഫസ്റ്റ് ബ്രാഞ്ചാണ് റിയൽ നമ്പേഴ്സ്. ആ റിയൽ നമ്പേഴ്സിന് അതിൻ്റേതായ ഒരു ബേസിക് ഫണ്ടമെൻ്റലുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞത് മാത്തമാറ്റിക്സിൻ്റെ ബേസിക് ഫണ്ടമെൻ്റലാണ്. മാത്തമാറ്റിക്സ് എന്ന സബ്ജക്റ്റിൻ്റെ ബേസിക് ഫണ്ടമെൻ്റലാണ് ഞാൻ ഈ മാജിക് ട്രീയുടെ റൂട്ടെന്ന് പറഞ്ഞത്. പക്ഷേ ഓരോ ചാപ്റ്ററുകൾക്കും ഒരു ബേസിക് ഫണ്ടമെൻ്റലുണ്ട്. അപ്പോൾ ആ ചാപ്റ്റർ എന്ന് പറയുന്നത് എൻ്റെ ഈ ട്രീയുടെ ഒരു ബ്രാഞ്ചായിട്ടാണ് ഞാൻ ഇമാജിൻ ചെയ്യുന്നത്. അപ്പോൾ ആ ചാപ്റ്ററിൻ്റെ ബേസിക് ഫണ്ടമെൻ്റൽ പഠിപ്പിക്കുമ്പം അതിനകത്ത് 3 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, നമ്മൾ ഈ മാത്സിൻ്റെ ബേസിക് ഫണ്ടമെൻ്റൽ പഠിക്കാതെ ഈ ബ്രാഞ്ചിലേക്ക് എൻട്രി കിട്ടിയില്ല. കാരണം എല്ലാം ഈ ബേസിക് ഫണ്ടമെൻ്റലുമായിട്ട് കണക്ട് ചെയ്താണ് പോണത്. LCM എന്നൊരു കോൺസെപ്റ്റ് ബേസിക് ഫണ്ടമെൻ്റൽ കിടക്കുന്ന ഏറ്റവും റൂട്ടിലുള്ള കാര്യമാണ്. ഇതറിയത്തില്ലെങ്കിൽ റിയൽ നമ്പേഴ്സിലെ 10ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്റർ, CBSEയുടെ ഫസ്റ്റ് ചാപ്റ്റർ റിയൽ നമ്പേഴ്സ് പഠിക്കുന്നെങ്കിൽ ഈ HCF LCM ക്ലിയർ ആയിരിക്കണം. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഫസ്റ്റ് ചാപ്റ്റർ പഠിക്കുന്നെങ്കിൽ ഇവിടുത്തെ ബേസിക് ഫണ്ടമെൻ്റൽ പഠിക്കണം. ഈ ബേസിക് ഫണ്ടമെൻ്റൽ പഠിച്ചാൽ മാത്രമേ റിയൽ നമ്പേഴ്സിൻ്റെ ബേസിക് ഫണ്ടമെൻ്റൽ പഠിക്കാൻ പറ്റുള്ളൂ. റിയൽ നമ്പേഴ്സിൻ്റെ ബേസിക് ഫണ്ടമെൻ്റലും മാത്സിൻ്റെ ബേസിക് ഫണ്ടമെൻ്റലും അറിയാമെങ്കിൽ മാത്രമേ സെക്കൻഡ് ചാപ്റ്റർ പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊരു ട്രീ പോലെയല്ലേ വരുന്നത്. അങ്ങനെ 14 ചാപ്റ്ററുകൾ ഉള്ളതിനെ 14 ബ്രാഞ്ചസ് ആയിട്ടാണ് ഞാൻ പരിഗണിക്കുന്നത്. ഇനി മറ്റൊന്നുള്ളത്, ഇവൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ബ്രാഞ്ചുകളുണ്ടല്ലോ, 8ാം ക്ലാസ്സിലെ ബേസിക് ഫണ്ടമെൻ്റലും അല്ലെങ്കിൽ 8ാം ക്ലാസ്സിലെ മാജിക് മാസ്റ്ററിയുടെ റൂട്ടും 8ാം ക്ലാസ്സിലെ ബ്രാഞ്ചും, ഇത് ഞാൻ 9ാം ക്ലാസ്സിലേക്ക് മേർജ് ചെയ്തിരിക്കുവാണ്. ഈ 9ാം ക്ലാസ്സിലെ മാജിക് മാസ്റ്ററി 10ാം ക്ലാസ്സിലേക്ക് മേർജ് ചെയ്തിരിക്കുവാണ്. ഇതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ, 10ാം ക്ലാസ്സിൽ ലീനിയർ ഇക്വേഷൻസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്.
ഇവൻ 9ാം ക്ലാസ്സിൽ ഇത് പഠിച്ചിരുന്നു കരുതുക. ഇതിൻ്റെ ബേസിക് 9ാം ക്ലാസ്സിലുണ്ട്, ഇതിൻ്റെ റൂട്ട് ബേസിക് 8ാം ക്ലാസ്സിലുണ്ട്. അതായത് ലീനിയർ ഇക്വേഷൻസ് ഇൻ 2 വേരിയബിൾസ് എന്ന് പറയുന്ന 3 ക്ലാസ്സിലുമുണ്ട്. പക്ഷേ എൻ്റെ 10ാം ക്ലാസ്സിലെ മാജിക് മാസ്റ്ററി പഠിക്കുന്നവൻ, ആ കുട്ടി 9ാം ക്ലാസ്സിലെ ഈ ലീനിയർ ഇക്വേഷൻസും 8ാം ക്ലാസ്സിലെ ലീനിയർ ഇക്വേഷൻസും പഠിച്ചില്ലെങ്കിലും അവനിത് പഠിക്കാൻ സാധിക്കും. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ബേസിക് ഫണ്ടമെൻ്റൽ, ഈ ചാപ്റ്ററിൻ്റെ ബേസിക് ഫണ്ടമെൻ്റലിൽ ചേർത്താണ്, അല്ലെങ്കിൽ അതിൽ നിന്നാണ് ഞാൻ 10ാം ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും എന്താണോ പഠിക്കേണ്ടത് ആ ഫണ്ടമെൻ്റൽ ഞാൻ 10ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്നുണ്ട്. അപ്പം ഒരുപാട് സ്ട്രെയിനിലേക്ക് പോകാതെ വളരെ ചെറിയ ഒരു 10ഓ 15ഓ കണക്കിലൂടെ തന്നെ ഈ ബേസിക് ഫണ്ടമെൻ്റൽ ഞാൻ മുമ്പിലുള്ള ക്ലാസ്സുകളിലെ ബേസിക് ഫണ്ടമെൻ്റലൂടെ പഠിപ്പിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഒരു കുട്ടി 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും എൻ്റെ ട്രീ കണ്ടില്ലെങ്കിലും അവൻ 10ാം ക്ലാസ്സിലാണ് എൻ്റെ ഈ മാജിക് മാസ്റ്ററി പരിചയപ്പെടുന്നതെങ്കിലും അവൻ അതിലൂടെ ഈ റൂട്ടും ബ്രാഞ്ചുകളും പഠിച്ച് നല്ല മാർക്ക് വാങ്ങിക്കാൻ സാധിക്കും. അതുപോലെ ഇപ്പോൾ ഈയിടെയായിട്ട് ഞാൻ കൂടുതലായിട്ടും ഓൺലൈൻ ടീച്ചേഴ്സിനെ കൂടി അപ്പോയിൻറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഓൺലൈൻ ടീച്ചേഴ്സ്, ഞാൻ എൻ്റെ സോഫ്റ്റ്വെയർ എക്സൽ മാത്സ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഞാൻ അവർക്ക് ഓപ്പൺ ചെയ്ത് കൊടുക്കും. അപ്പോൾ അവരെൻ്റെ വീഡിയോസ് കാണും. ഇപ്പോൾ ഫസ്റ്റ് 1 ചാപ്റ്റർ 1 എൻ്റെ വീഡിയോസ് ഒരു ടീച്ചറുടെ ഹെൽപ്പോട് കൂടിയാണ് അവർ പഠിക്കുന്നത്. അതായത് എൻ്റെ ഇപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ റിയൽ നമ്പേഴ്സ് ആണെങ്കിൽ ഒരു ടീച്ചർ അതിൻ്റെ ഒരു ബേസ് കൊടുത്തിട്ട് എൻ്റെ വീഡിയോ കാണാൻ ആ കുട്ടികളോട് പറയുകയാണ്. അപ്പോൾ ആ കുട്ടികൾ ടീച്ചറുടെ ഹെൽപ്പോട് കൂടി, സപ്പോർട്ടോടു കൂടി ഇത് പഠിക്കുമ്പം പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാകുന്ന രീതിയിലാണ് ഇപ്പം ഞാൻ ആ മാജിക് മാസ്റ്ററി തയ്യാറാക്കിയിരിക്കുന്നത്. അല്ലെങ്കിൽ ടീച്ചേഴ്സും കൂടി ഇൻവോൾവ് ചെയ്ത് എൻ്റെ ഈ മാജിക് മാസ്റ്ററി എന്ന് പറയുന്ന കോൺസെപ്റ്റ് പഠിപ്പിച്ചാൽ ഒരു കുട്ടിക്ക് പോലും മാർക്ക് കിട്ടാതിരിക്കില്ല. അതെനിക്ക് ഉറപ്പ് പറയാൻ സാധിക്കും. അതായത് ഇങ്ങനെ ഒരു സിസ്റ്റം കൂടി വന്നപ്പം, കാരണം ഇവിടെ 2 റിസ്ക് അതിനകത്തുണ്ട്. ഞാൻ സോഫ്റ്റ്വെയർ മാത്രം കൊടുത്തപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, കുട്ടികൾ പഠിക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. കുട്ടികളത് പഠിച്ചില്ലെങ്കിൽ ഞാൻ ഈ പറയുന്നതെല്ലാം വേസ്റ്റായി പോകും. അപ്പോൾ അതുകൊണ്ട് കുട്ടികൾ പഠിക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അതിന് ഞാൻ ടീച്ചേഴ്സിനെ അപ്പോയിൻ്റ് ചെയ്തിട്ട് ഈ ടീച്ചേഴ്സ് ഓരോ ചാപ്റ്ററുകൾ പഠിപ്പിക്കുകയും അതിനുശേഷം എൻ്റെ വീഡിയോ കാണാനായിട്ട് പറയുമ്പോൾ ഇത് 2ഉം കൂടിയാകുമ്പോൾ അത് വർക്കാവും. അതുപോലെ തന്നെ ആ കുട്ടികളിലേക്ക് ഒരു നല്ലൊരു % മാർക്ക്, ഞാനിപ്പോൾ ഏത് പേരൻസിനും ഞാൻ ഉറപ്പ് കൊടുക്കാം, ഞാൻ പറയുന്ന രീതിയിലാണ് അവർ പഠിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഇപ്പോൾ കിട്ടുന്ന മാർക്കിൽ നിന്നും ഒരു നല്ല % അവസാനത്തെ എക്സാമിനേഷനിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്നെനിക്ക് ഉറപ്പ് കൊടുക്കാൻ സാധിക്കും. അതെ. അപ്പം നേരത്തെ ആ ഒരു ഇൻ്റർനാഷണൽ സ്കൂളിൽ നിന്ന് പഠിച്ച എന്ന കുട്ടീൻ്റെ കാര്യം പറഞ്ഞു. അതുപോലെ തന്നെ സാറിനും ഭയങ്കരമായിട്ട് എന്താ പറയുന്നത്, കൂടുതൽ എഫേർട്ട് ഇടേണ്ടി വരും, ഇത് കുറച്ച് ഇവനെ മനസ്സിലാക്കിയെടുക്കാനൊരു താമസം വരും എന്നൊക്കെ വിചാരിച്ചിട്ട് വീണ്ടും ഏതെങ്കിലും കുട്ടിയുടെ ഒരു അനുഭവം പറയാൻ വേണ്ടിയിട്ടുണ്ടാവും? തീർച്ചയായിട്ടും. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കഴിഞ്ഞ 30 വർഷമായിട്ട് ടീച്ചിങ് ഫീൽഡിലാണ്. അതിനുശേഷം ഈ സോഫ്റ്റ്വെയർ എന്ന കോൺസെപ്റ്റിലേക്ക് ഞാൻ വന്നിട്ട് ഇപ്പം ഈ ഒരു, കാരണം ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഈ ആപ്പുകളുടെയൊക്കെ സമയം 2018 2019 ശേഷമാണ് വന്നത്. അപ്പം ഞാൻ മാത്തമാറ്റിക്സിൽ ബുക്കുകൾ എഴുതുമായിരുന്നു. മാത്സിൽ ഞാൻ 4 ബുക്കുകൾ എഴുതിയിട്ടുണ്ട്. ബേസിക് മാത്സ് എന്ന് പറയുന്നൊരു ബുക്കുണ്ട്, കോമ്പറ്റേറ്റീവ് മാത്സ് ഉണ്ട്, സോൾഡ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നൊരു ബുക്കുണ്ട്, പിന്നെ സ്പീഡ് മാത്സ് അങ്ങനെ ഒരു ബുക്കുണ്ട്. അപ്പോൾ ഈ ബേസിക് മാത്സ് കൂടുതലായിട്ടും ഈ കുട്ടികളുടെ സ്കോളർഷിപ്പിനും ഒളിമ്പിയാഡുകൾക്കും ഒക്കെ വേണ്ടിയിട്ടാണ് വരുന്നത്. ബേസിക് മാത്സ് പ്ലസ് കോമ്പറ്റേറ്റീവ് മാത്സ് സാധാരണ രീതിയിലുള്ള ഈ ബാങ്ക് എക്സാംസ്, അതുപോലെ റെയിൽവേ റിക്രൂട്ട്മെൻറ്റ്, അങ്ങനെയുള്ള സാധാരണ എക്സാംസിനൊക്കെ ഈ 2 ബുക്കും കൂടി വേണം. വലിയ ഹയർ ലെവലിലാണെങ്കിൽ ഞാൻ 3 ബുക്കുകൾ, ബേസിക് മാത്സ്, കോമ്പറ്റേറ്റീവ് മാത്സ്, സോൾഡ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്ന് പറഞ്ഞ 3 ബുക്കുകളുടെ കിറ്റ് ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. അതിൽ ഒരുപാട് ഷോർട്ട് കട്ടുകളും ട്രിക്കുകളും ഉണ്ട്. ഞാൻ ഈ കഴിഞ്ഞ 30 വർഷം പഠിപ്പിച്ച എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നാണ് ഞാൻ ആ ബുക്കുകളെല്ലാം തയ്യാറാക്കിയിരിക്കുന്നത്. പിന്നെ സ്പീഡ് മാത്സ് എന്ന് പറയുന്ന ഒരു ബുക്കുണ്ട്. അത് സെക്കൻഡുകൾ കൊണ്ട് നമുക്ക് നമ്പറുകളെ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ 35 × 35 ഇത് ചെയ്യാൻ എത്ര സമയം വേണ്ടി വരും? മിനിമം ഒരു 10 സെക്കൻഡ്, എത്ര സ്പീഡിലായാലും ഒരു 10-15 സെക്കൻഡ് വേണ്ടേ? എന്നാൽ എനിക്ക് 1 സെക്കൻഡ് മതി. അതായത് 35 × 35 അവസാനത്തെ ഡിജിറ്റ് 5 ആണ് അല്ലേ? അപ്പോൾ 35 × 35 ഈ 5 × 5 അങ്ങ് ചെയ്യുക. എത്രയാണ് കിട്ടിയേ? 25 കിട്ടി. ഈ 3യുടെ കൂടെ ഇനി 35ൻ്റെ ബാലൻസ് നിൽക്കുന്ന 3 അല്ലേ? ആ 3യുടെ നെക്സ്റ്റ് നമ്പർ എടുക്കുക. എത്രയാ? 4.
ഈ 4-നെ അപ്പുറത്തെ 35-യുടെ 3-യുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 4 × 3 4 × 3 ഓക്കെ 12. ആദ്യം കിട്ടിയ 25 ആ 12-ഉം ആ 25-ഉം കൂടി ഒന്നിച്ച് ചേർക്കുമ്പം അതാണ് അതിൻ്റെ ആൻസർ 1225. അപ്പം നമുക്ക് കോമ്പറ്റേറ്റീവ് എക്സാമിന് ഇനി വേറൊരു എക്സാമ്പിൾ പറയാം. നമുക്ക് 12 × 11 അത് ചെയ്യാൻ എത്ര സമയം എടുക്കും? ഒരു സാധാരണ കുട്ടിക്ക് 12 × 11 ഒരു 5 സെക്കൻഡ് അല്ല ഒരു 8 സെക്കൻഡൊക്കെ വേണ്ടി വരുമായിരിക്കും. പക്ഷെ എനിക്കത് അര സെക്കൻഡ് വേണ്ട. ഞാൻ അന്നേരം എൻ്റെ ഉത്തരം പറയും 132 42 × 11 462 53 × 11 583. അത് ഞാൻ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ 12 × 11 ഏത് നമ്പറിനെയും 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് ഈ നമ്പറിൻ്റെ ഡിജിറ്റുകൾ തമ്മിൽ കൂട്ടണം. അതായത് 12 × 11 അല്ലേ, 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് 11 അങ്ങ് മാറ്റിയേക്കുക. 12-ന്റെ ഡിജിറ്റുകൾ തമ്മിൽ കൂട്ടിക്കേ 3 വന്ന് ആ 12-ന്റെ ഇടയ്ക്കോട്ട് ഇട്ടാൽ മതി 132. അപ്പോൾ 54 × 11 ആണെങ്കിൽ 5ഉം 4ഉം കൂടി കൂട്ടി 9 കിട്ടി. അപ്പോൾ 594 ആൻസർ. അങ്ങനെയാണെങ്കിൽ 62 × 11 എത്രയാണ്? 62 × 11 എന്ന് പറയുമ്പം 6 + 8 6 + 2 6 + 2 8 അപ്പം 682. യെസ്. അപ്പോൾ അതുപോലെ ഫാസ്റ്റാണ്. അപ്പോൾ ഈ ഒരു ട്രിക്കുകളും കൂടി ഞാൻ അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് കോമ്പറ്റേറ്റീവ് എക്സാംസിനും കൂടി ഞാൻ ഒരുപാട് പ്രാക്ടീസ് കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബേസിലാണ് ഞാൻ ഇങ്ങനെയുള്ള മത്സര പരീക്ഷകളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ കോമ്പറ്റേറ്റീവ് എക്സാംസിന് സ്കൂൾ തലത്തിൽ ഞാൻ ഒരുപാട് കുട്ടികളെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിലും കൂടുതലും എനിക്ക് കോമ്പറ്റേറ്റീവ് എക്സാംസിന് നല്ല മാർക്ക് വാങ്ങിച്ചു കൊടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ് തീർച്ചയായിട്ടും അതിനകത്ത് അത് വലിയ നേട്ടമാണ്. നമുക്ക് സ്കൂൾ തലത്തിൽ കുട്ടികൾക്ക് മാർക്ക് വാങ്ങിച്ചു കൊടുക്കുക, അതിനേക്കാളൊരു സന്തോഷമുണ്ട് ഒരു കുട്ടിക്ക് ജോലി കിട്ടി എന്ന് പറയുന്നത്.